ഹായ് ഫ്രണ്ട്സ്, സുബു എജ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ MS വേർഡിൽ ടൈപ്പ് ചെയ്യുന്ന പാരാഗ്രാഫുകൾക്കിടയിൽ അൺനെസസറി ആയിട്ടുള്ള സ്പേസ് ചിലപ്പോൾ കാണാറുണ്ട്. ഈ സ്പേസ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലയാള ഭാഷയിലൊക്കെ ഉള്ള കണ്ടന്റുകളാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലിങ്ങനെ ആവശ്യമില്ലാത്ത സ്പേസ് കാണാറുണ്ട്. അല്ലെങ്കിൽ സ്പേസ് കൂടുതലായിട്ട് ചില വാക്കുകൾക്കിടയിൽ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൂഗിൾ ഇൻപുട്ട് ടൂൾ, അതുപോലെ തന്നെ ഇൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള വെബ് പേജുകളിൽ നിന്ന് മലയാള പാരാഗ്രാഫുകൾ കോപ്പി എടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഇത്തരത്തിലുള്ള സ്പേസിങ് ഇഷ്യൂസ് കാണാറുണ്ട്. അപ്പോൾ ഈ സ്പേസിങ് ഇഷ്യൂസ് നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇന്ന് കാണാൻ പോകുന്നത്. അതായത് അൺനെസസറി ആയിട്ട് വരുന്ന സ്പേസുകളെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാരാഗ്രാഫ് ഉണ്ട്. ഈ പാരാഗ്രാഫിൽ ചില വാക്കുകൾക്കിടയിൽ അൺനെസസറി ആയിട്ടുള്ള സ്പേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്നത് അറിയുവാനായിട്ട് ഒരു മെത്തേഡുണ്ട്. അതിനായിട്ട് പാരാഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇതാ ഈ ഒരു സിമ്പിൾ കണ്ടായിരുന്നോ? ആ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ അല്ലെങ്കിൽ ഹൈഡ് ടാബ് എന്ന് പറയും. അതായത് നമ്മുടെ പാരാഗ്രാഫിനിടയിൽ വരുന്ന മാർക്സും മറ്റ് ക്യാരക്ടേഴ്സും ഹിഡൻ ഫോർമാറ്റിംഗ് സിമ്പിളുകളൊക്കെ നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാബാണ്. ജസ്റ്റ് ആ ഷോ ഓർ ഹൈഡ് എന്ന് പറയുന്ന ടാബിൽ നമുക്കൊന്ന് ക്ലിക്ക് അടിക്കാം. ഈ ക്ലിക്ക് കൊടുക്കുമ്പോൾ തന്നെ അൺനെസസറി ആയിട്ട് വന്ന സ്പേസ് ഏതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഈ രണ്ട് വാക്കുകൾക്കിടയിൽ രണ്ട് സ്പേസ് ഉണ്ട്. അതായത് ഒറ്റ സ്പേസ് നമുക്ക് മതിയാവും, പക്ഷേ ഇവിടെ രണ്ട് സ്പേസ് കിടക്കുകയാണ്. ആ രണ്ട് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവിടെ രണ്ട് ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തും രണ്ട് സ്പേസ് കിടപ്പുണ്ട്. അതുപോലെ താഴെ ഈ ഒരു ഭാഗത്തും രണ്ട് സ്പേസ് കിടപ്പുണ്ട്. ഇവിടെ രണ്ട് സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്പേസ് കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്കൊരു ഒറ്റ സ്പേസ് മതിയാവും. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയാണോ കൂടുതൽ സ്പേസ് കിടക്കുന്നത് അവിടെ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് സ്പേസ് കൊടുത്തോ അല്ലെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കൊണ്ടോ ആ സ്പേസ് നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ വലിയ ഒരു പാരാഗ്രാഫ്, വലിയൊരു ഡോക്യുമെൻറ്റിൽ മുഴുവനും അല്ലെങ്കിൽ ഒരു പേജിൽ മുഴുവനും ഇത്തരത്തിൽ വാക്കുകൾക്കിടയിൽ സ്പേസ് ഉണ്ടെങ്കിൽ അത് മാറ്റുവാനായിട്ട് കുറച്ചും കൂടി നല്ലൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ടാബിൽ തന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. ഈ റീപ്ലേസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ വരും. ആ വിൻഡോയ്ക്കുള്ളിൽ ഫൈൻഡ് വാട്ട് റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന രണ്ട് ടെക്സ്റ്റ് ഫീൽഡുകളുണ്ട്. നമുക്ക് ഫൈൻഡ് വാട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് സ്പേസ് ആണ്. അപ്പോൾ രണ്ട് സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ മൗസിൻ്റെ പോയിൻ്റർ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കീബോർഡിലെ സ്പേസ് ബാർ രണ്ട് തവണ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് സ്പേസ് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? രണ്ട് സ്പേസ് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒറ്റ സ്പേസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈൻഡ് വാട്ടിൻ്റെ അവിടെ നമ്മൾ രണ്ട് സ്പേസ് കൊടുത്തു. ദെൻ റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്പേസ് ബാർ പ്രസ് ചെയ്ത് ഒറ്റ സ്പേസ് കൊടുക്കുക. ദെൻ ഇവിടെ റീപ്ലേസ് ആൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് ആൾ കൊടുത്താലേ ആ ഡോക്യുമെൻറ്റിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ പേജിനകത്തുള്ള മുഴുവൻ ഭാഗത്തെ അൺനെസസറി സ്പേസ് മാറിപ്പോവുകയുള്ളൂ. ദെൻ ഇവിടെ റീപ്ലേസ് ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് അടിക്കുക. ക്ലിക്ക് അടിച്ചപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ 4 റീപ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 4 ഭാഗങ്ങളിൽ 2 സ്പേസ് വീതം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറിയതാ ഇവിടെ ഒറ്റ സ്പേസ് ആയിട്ടുണ്ട്. കണ്ടോ? ഞാൻ നേരത്തെ 2 സ്പേസ് വന്ന ഭാഗങ്ങൾ കാണിച്ചിരുന്നു. അവിടെ എല്ലാം എന്തായി മാറി? ഒറ്റ സ്പേസ് ആയി മാറി. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അൺനെസസറി ആയിട്ട് വരുന്ന സ്പേസിങ് ഇഷ്യൂസൊക്കെ റെക്ടിഫൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടാനായിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+H ആണ് നമ്മൾ കൊടുക്കേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടെക്നിക്കുകളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും. എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. എന്ന് മാത്രമേ എനിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.